വലിയ സങ്കടത്തിലാണല്ലോ എല്ലാവരും. ഏഹ് എന്തിനാ ഈ സങ്കടം? അതിന്റെ ആവശ്യമുണ്ടോ? ഏഹ് ആരെങ്കിലും ഒറ്റപ്പെടുത്തിയോ? അല്ലെങ്കിൽ ഇത്രയും കാലം കൂടെ നടന്ന ആരെങ്കിലും ഒരാൾ നമ്മളങ്ങ് ഒഴിവാക്കിയോ? ഏഹ് അത് ചിലപ്പോ സുഹൃത്തുക്കളാവാം. ഏഹ് നമ്മുടെ എന്താ പറയാ, പിന്നെ പ്രസ്ഥാനങ്ങളോ, ഏഹ് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ ആവാം. ഏഹ് അപ്പോ അതെന്ത് നമ്മൾ കരുതിയത് അവരിപ്പം കൂടെ ഉണ്ടാവും എന്തിനാ കരുതിയത്? അപ്പൊ ഞാൻ പറയുന്നത് പറഞ്ഞാല് എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഏത് പ്രതിസന്ധിക്കും സൊല്യൂഷൻ ഉണ്ട്. ഏഹ് അപ്പൊ നിങ്ങളിങ്ങനെ എന്താ പറയാ, ഈ കിളി പോയ പോലെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. എന്തിനാ ഇപ്പൊ സൊല്യൂഷൻ ഇല്ലാത്ത? ഏഹ് പെട്ടെന്നൊക്കെ ചിലപ്പോ ഞാൻ പറയുന്നെന്ന് പറഞ്ഞാലേ, നമ്മളൊക്കെ എന്താ പറയാ, വെറും കൈയോടെ വന്ന് വെറും കൈയോടെ പോകും, ഒന്നും കൊണ്ടുപോകില്ല. അത് ഒരു വലിയൊരു തത്വം അത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ എല്ലാം എന്താ പറയാ, എല്ലാ സങ്കടവും പോകും, വേറെ കാര്യം. പക്ഷെ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം അതിന്റെ ഇടയിൽ കുറെ ആളുകൾ നമ്മളെ കൂടെ ഉണ്ട്. കുറച്ച് ആളുകൾ നമ്മളെ കൂടെ നമ്മളെ ചേർത്ത് പിടിച്ച വലിയ കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ അവർ പോയി എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടരുത്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് നമ്മളെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊക്കെ മറികടക്കാൻ എന്തുണ്ട്, കുറച്ച് സമയമൊക്കെ എടുക്കും. അതൊക്കെ സ്വാഭാവികമാണ്. ചില മുറിവുകളൊക്കെ ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ അതിനൊക്കെ വഴിയുണ്ട്. അതിനൊക്കെ വഴിയുണ്ട്. നമ്മളിൽ തന്നെ നമ്മൾ നോക്കണം. നമ്മൾ നിസ്സാരക്കാരല്ല. നമ്മളെ ഉള്ളിലേക്ക് നോക്കണം. എന്തൊക്കെ കഴിവുകളുണ്ട് നമുക്ക്. നമ്മൾ എന്തൊക്കെയാണ് വേണ്ടാന്ന് വെച്ച് മാറ്റിവെച്ച കുറേ കഴിവുകളില്ലേ നമ്മളെ. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. അത് ഇല്ലാണ്ടൊന്നുമില്ല. നിങ്ങൾ നോക്കണം. അത് പൊടി തട്ടിയെടുക്കുക. അതിനെന്താക്കുക, ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് വളർത്തുക. എന്നിട്ട് അത് ചെയ്തു തുടങ്ങുക. അതെന്തും ആയിക്കോട്ടെ. യാത്രയാവാം, വേറെ എന്തെങ്കിലും പുസ്തക വായന, മറ്റു പല ടേസ്റ്റുകളുള്ള ആളല്ലേ നമ്മള്. അത് തുടങ്ങി, അത് മെല്ലെ മെല്ലെ തുടങ്ങി തുടങ്ങി നമ്മൾ ഇഷ്ടമാണ് ചെയ്യുന്നത്, ഇഷ്ടമില്ലാത്തതല്ല. അത് ചെയ്യുമ്പോൾ എന്താ അറിയോ, നമ്മൾ ആളാകെ മാറും. നമ്മൾ പുതിയ പുതിയ എന്താ പറയാ, ഒരാളായി മാറും. കഴിഞ്ഞ ആ സങ്കടങ്ങളൊക്കെ മെല്ലെ മെല്ലെ ആ മുറിവെല്ലാം ഉണങ്ങി ഉണങ്ങി മാറും. അപ്പൊ അതിലേക്ക് വരിക നാളെ തന്നെ. എല്ലാവരും അതിന് വേണ്ടി എന്താക്കുക, ഒന്ന് ഉഷാറുക, ഉടഞ്ഞെണീക്കുക, അതിലേക്ക് മെല്ലെ അങ്ങ് ചാടുക. എന്നിട്ട് എത്തട്ടെ, ഒരു ഉഷാറുക വരട്ടെ, പരക്കട്ടെ മഹാപ്രകാശം ജീവിതത്തിൽ. ഓക്കെ.